ഒരു കാലത്ത് യൂട്യൂബ് നോക്കിയാൽ എല്ലായിടത്തും മിനി നോട്ട് ബുക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മിനി നോട്ട് ബുക്ക് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവരണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിക്ക് മിനി നോട്ട് ബുക്ക് ചെയ്തേ പറ്റൂ, അതും നാളെ തന്നെ. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഒട്ടും വൈകിയില്ല, കേട്ട പാതി കേൾക്കാത്ത പാതി കുറച്ച് പേപ്പറും എടുത്തു, സിസേഴ്സും എടുത്തു, ഇങ്ങ് വന്നു. അധികം പേപ്പേഴ്സ് ഒന്നുമില്ല, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ എഴുതാനായിട്ട് നോട്ട്സ് കുറിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു മിനി നോട്ട് ബുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങൾ കണ്ടല്ലോ അല്ലേ? കുറച്ച് പേപ്പർ എടുത്തു, അതിനെ നടുവേ കട്ട് ചെയ്തു, എന്നിട്ട് നടുവേ മടക്കി കൊടുത്തു. എന്നിട്ട് എല്ലാ പേപ്പറും കൂടെ കൂട്ടിപ്പിടിച്ച് നടുവിൽ 2 സൈഡിലായിട്ട് ഹോളിട്ട് കൊടുത്തു. ഞാൻ പേപ്പർ പഞ്ച് യൂസ് ചെയ്താണ് ഹോളിട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് ഹോളിട്ടാലും മതി. ഇനി അധികം നൈസല്ലാത്തൊരു നൂലെടുക്കുക, 2 സൈഡിൽ കൂടെയും കയറ്റി നടുക്ക് കൊണ്ടുവരിക, എന്നിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. പറയുമ്പോൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ടെങ്കിലും ചെയ്യുമ്പോൾ നല്ല ഈസിയാന്നേ. അങ്ങനെ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ കാര്യം ഏകദേശം ഇവിടെ പൂർത്തിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രണ്ട് കവർ ആക്കിയിട്ട് ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഞാനിവിടെ കുറച്ച് അധികം പണിയും കൂടെ ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ആ ബുക്കിൻ്റെ സൈസിൽ തന്നെ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജസിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫോം ഷീറ്റ് ആയതുകൊണ്ട് ഇതുപോലെ നമുക്ക് പീൽ ചെയ്തെടുക്കാം, എന്നിട്ട് ഈസി ആയിട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി ഫോം ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ ബുക്കിൻ്റെ കവർ പേജോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പേപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷൻസും കൂടെ നടത്താം. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിക്ക് ഒരു ചെറിയ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, കുട്ടിയുടെയും കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയും നെയിംസ് ഈ ബുക്കിലൊന്ന് എഴുതി കാണണം എന്ന്. അതിനിപ്പോൾ എന്താ, നമുക്ക് എഴുതാം. അൻസിക, ആമിന, ആർദ്ര, അനുശ്രീ. പിന്നെ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബർ കുട്ടി ആ കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ പേര് കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആൽമിയ, അരുഷി, ഡീന, ജാൻവി, നൈനിക. ഇതുവരെ എഴുതാൻ പറ്റിയില്ല, ഉടനെ തന്നെ എഴുതാട്ടോ, വിഷമിക്കേണ്ട.